പണ്ട് 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 ഒരുപാട് പണ്ട് മലയരയന്മാരും മുതുവന്മാരും തിങ്ങിപ്പാർത്തിരുന്ന കാട്. ആ കാട്ടിലേക്ക് ഒരു ബ്രിട്ടീഷ് ഓഫീസർ പെരിയാറിന്റെ ഓരം പിടിച്ചെത്തി. ആ കാട്ടിൽ ഒരു ക്യാമ്പ് പണിതു. 3 ചേരുന്ന സ്ഥലം മൂന്നാറെന്ന് പേരുവിട്ടു. അതൊക്കെ കഴിഞ്ഞ് 50 കൊല്ലങ്ങൾക്ക് ശേഷം മൂന്നാറാണ് ടീ പ്ലാന്റേഷന് പറ്റിയ സ്ഥലമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ദേവികുളം കാട് മൊത്തം വെട്ടിത്തെളിച്ചു. അന്നത്തെ തിരുവിതാംകൂർ രാജാവ് അതിന് പെർമിഷനും കൊടുത്തു. അങ്ങനെ അവിടെ മൂന്നാർ ടീ പ്ലാന്റേഷനായി. പിന്നെ അവിടെ റെയിൽവേ വന്നു, റോപ്പ് വേ വന്നു. ബ്രിട്ടീഷുകാർക്ക് മാത്രമായിട്ടുള്ളൊരു സ്വർഗമായിട്ട് മാറി മൂന്നാർ. വർഷങ്ങൾ കടന്നുപോയി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യവും കിട്ടി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും പോയി. എന്നാൽ ഇന്ത്യക്ക് കിട്ടിയതിലും വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മൂന്നാർ മാറി. കപ്പിൾസിനായാലും ഫാമിലിക്കായാലും വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. പണ്ട് കുതിരവണ്ടികൾ ഓടിയിരുന്ന വഴികളിലൂടെ ഇന്ന് ലക്ഷറി കാറുകളും ബൈക്കുകളും ഓടുന്നു. പണ്ട് ബംഗ്ലാവുകൾ ഇരുന്ന സ്ഥലത്താണെങ്കിൽ ഇപ്പോൾ ലക്ഷറി റിസോർട്ടുകളും സ്പായും മാത്രമാണുള്ളത്. ഇതാണ് മഞ്ഞണിഞ്ഞ മലകളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ കേരളത്തിന്റെ സ്വന്തം മൂന്നാർ. ഇതിനു മുന്നേ നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ അടുത്ത ട്രിപ്പിന് വേണ്ടി ഈ റീല് സേവ് ചെയ്ത് വെച്ചേക്കുക.